ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റവും വ്യാജ പട്ടയവും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് രൂപീകരിച്ച സംഘം ലാൻഡ് റവന്യൂ കമ്മീഷണർ എച്ച് ദിനേശൻ, IG കെ സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് വാഗമൺ, മൂന്നാർ, ചിന്നക്കനാൽ, പരുന്തുംപാറ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അനധികൃതമായി നൽകിയ പട്ടയങ്ങളും സംഘം പരിശോധിക്കും. MC ബോബൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബോബൻ, ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റവും വ്യാജ പട്ടയവും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ഉൾപ്പെടുത്തൽ. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, ഇടുക്കി ജില്ലയിലെ വ്യാജ പട്ടയങ്ങളും കയ്യേറ്റങ്ങളും അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷമാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. ലാൻഡ് റവന്യൂ കമ്മീഷണറും മുൻ ഇടുക്കി ജില്ലാ കളക്ടറുമായിരുന്ന എച്ച് ദിനേശൻ, IG കെ സേതുരാമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തെ നിയോഗിച്ചിരുന്നത്. ഇവർ ചിന്നക്കനാൽ മേഖലയിലെ വ്യാജ പട്ടയങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ വർഷം പ്രധാനമായും അന്വേഷണം നടത്തിയത്. ഇതിനിടയിലാണ് വാഗമണ്ണിലെ വ്യാജ പട്ടയങ്ങളും സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സംഘം വിപുലപ്പെടുത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഇടുക്കി ജില്ലയിൽ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതേ തുടർന്ന് 15-അംഗ സംഘത്തിനാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. ഇതിൽ ഇടുക്കി RDO നിജു കുര്യൻ, ഇടുക്കി ഡെപ്യൂട്ടി കളക്ടർ ബിനു ജോസഫ്, ഇടുക്കി ജില്ലാ ലോ ഓഫീസർ G രഘുറാം, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ SS ബിനു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ഇനിയിപ്പോൾ കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തുക. വാഗമൺ, മൂന്നാർ, ചിന്നക്കനാൽ, പരുന്തുംപാറ ഉൾപ്പെടെ ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും അന്വേഷിക്കാനാണ് സംഘത്തിന് ചുമതല നൽകിയിരിക്കുന്നത്. ഇന്നലെ റവന്യൂ മന്ത്രി ഇക്കാര്യം പ്രത്യേകം അറിയിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും, വ്യാജ പട്ടയങ്ങൾ കണ്ടെത്താൻ വേണ്ടി പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയും ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. മാത്രവുമല്ല, ഇന്നിപ്പോൾ വാഗമൺ മേഖലയിൽ റവന്യൂ സംഘം പ്രത്യേക സർവേ നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വാഗമണ്ണിൽ വ്യാജ പട്ടയവും അതുപോലെ തന്നെ കയ്യേറ്റവും കണ്ടെത്തുന്നതിനുള്ള സർവേ നടപടികൾ തഹസിൽദാരുടെ നേതൃത്വത്തിൽ നടക്കും.